future energy of wheels. Hi friends, എല്ലാവർക്കും വിപ്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ഒരു വണ്ടിയിൽ കൺട്രോളർ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഒരു കൺട്രോളർ ചേഞ്ച് ചെയ്യാൻ വന്ന മറ്റൊരു വണ്ടിയാണിത്. ഇതിൻ്റെ കമ്പനി നെയിം ഇതാണ്. അതിനൊക്കെ തന്നെ മോഡൽ നെയിം എഫ് പ്രൈം എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടിയും അധികം അങ്ങനെ ഓടിയിട്ടില്ല, കണ്ടീഷനായിട്ടിരിക്കുകയാണ്. ബോഡിയെ കണ്ടിട്ട് ടയറിലെ കട്ടകൾ പോലും കണ്ടാൽ അറിയാം, നല്ല പുത്തൻ ടയറൊക്കെ കിടക്കുന്നത്. അധികം ഓടിയിട്ടില്ലാത്ത വണ്ടിയാണ്. ഇതും കൺട്രോൾഡ് പോയതാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൺട്രോളർ വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് നേരത്തെ കഴിഞ്ഞ വണ്ടിയിൽ വെച്ച അതേ സെയിം ബ്രാൻഡിൻ്റെ ഒരു മോഡൽ കൺട്രോളർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലീഫിൻ്റെ 12th കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 60 വോൾട്ട് 48 വോൾട്ട് 60യുടെ കൺട്രോളറാണ്. ഈ വണ്ടി 48 വോൾട്ട് 60യിൽ വരുന്ന വണ്ടിയാണ്, നോൺ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ കണക്ടേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയിൽ വന്ന കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയിൽ വന്ന കൺട്രോളർ. ഇതിൻ്റെ കണക്ടർ ഇങ്ങനത്തെ കണക്ടറാണ്. അതേ സെയിം കണക്ടർ തന്നെയാണ് നമ്മൾ വെച്ച ഇതിനകത്തും വരുന്നത്. ആ കൺട്രോളറിൻ്റെ അറ്റത്തിരുന്ന കണക്ടർ ഇതാണ്, സെയിം കണക്ടർ തന്നെയാണ്. ഇതിൽ കറക്റ്റായിട്ട് പ്ലഗ് ആവും. അപ്പം എല്ലാവരും ഈ കണക്ടർ നോക്കി കൺട്രോളർ വാങ്ങിച്ച് പ്ലഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കണക്ഷൻസ് ഒരിക്കലും കറക്റ്റായിട്ട് വരത്തില്ല. അഥവാ വന്നാലും അപൂർവമായിട്ട് ചില ബ്രാൻഡിൻ്റെ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പുറത്തുനിന്ന് ഇതേ സെയിം കണക്ടറാണെന്ന് പറഞ്ഞ് ഇതേ സെയിം കൺട്രോളർ വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളറും അടിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 കണക്ടർ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം, വലിയ വേരിയേഷൻസ് ഒന്നും കാണുന്നില്ലെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് 1-2 പിന്നിൽ ചേഞ്ച് ഉണ്ട്. പിന്നിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 3ലും പിന്നുണ്ട്, സെക്കൻഡ് 3, അതങ്ങനെ 4th പിന്ന് ഇതിൽ ഇല്ല. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് പിന്ന് കിടക്കുന്നത്. ബാക്കി എല്ലാത്തിനകത്തും പിൻ ഔട്ടുണ്ട്. പക്ഷേ ഈ കൺട്രോളറിൻ്റെ അറ്റത്ത് വരുന്ന കണക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇതാണ്ട, ആദ്യത്തെ റോയിൽ ഫസ്റ്റ് ഇതിൻ്റെ അകത്തില്ല. നമ്മൾ മറ്റേ കണക്ടറിൻ്റെ അകത്ത് ആദ്യത്തെ റോയിൽ ഇവിടെ ഫുള്ള് പിന്നുണ്ടായിരുന്നു. അത് കണക്ക് തന്നെ ഈ റോയിൽ 4ാമത്തേൽ പിന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തേൽ പിന്നുണ്ട്, 5ാമത്തേതാണ് ഫ്രീ. അപ്പോൾ ആ കണക്ഷൻസ് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഈ ബാക്കിയുള്ള ലൈൻസിലും വ്യത്യാസമുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ബാക്കിയുള്ള ലൈൻസിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന കൺട്രോളറിൻ്റെ വയറിങ് ഔട്ട് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം നോക്കുക, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് ഓരോ കണക്ഷൻസ് ആയിട്ട് കണ്ടുപിടിച്ച് ചെക്ക് ചെയ്തെടുക്കണം. ചെക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വണ്ടിക്കകത്തുള്ള വയറിങ് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് വരുന്ന വയർ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ കൺട്രോളർ വെച്ചിട്ട് ഈ വണ്ടിയുടെ ഫങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ ലോക്ക് കണക്ട് ചെയ്തിട്ടില്ല. സെൻട്രൽ ലോക്ക് ഇതിൻ്റെ അകത്ത് റിമോട്ട് കീ പുള്ളിയുടെ കയ്യിലില്ല. പുള്ളിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നത്. പുള്ളി കൊണ്ടുവരുവാണെങ്കിൽ അതും കൂടെ കണക്ട് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസും കൂടെ ചെക്ക് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് ഉള്ള വണ്ടിക്കകത്തു നിന്നൊരു 3 വയർ ഇതിനക്ക് കൺട്രോളറിൽ നിന്നൊരു 3 വയർ ഔട്ട് ബാലൻസ് ഉണ്ട്. അതേപോലെ തന്നെ വണ്ടിക്കകത്ത് ഒരു 2 വയറിൻ്റെ കണക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് നമ്മൾ വണ്ടി പഴയ കൺട്രോളിൽ നിന്ന് വണ്ടി ഓണാക്കുമ്പം പാർക്ക് മോഡിലാണ് കിടക്കുന്നത്. ബ്രേക്ക് പിടിച്ചിട്ട് വിട്ടാൽ മാത്രമേ വണ്ടി ഓണാവത്തുള്ളൂ. അതിൻ്റെ ഒരു ലൈനും മിക്കവാറും മറ്റേത് സെൻട്രൽ ലോക്കിൻ്റെ ലൈനും ഒക്കെ ആയിരിക്കും. അതിന് റിമോട്ട് കീയും കൂടെ കിട്ടിയാൽ മാത്രമേ അതും കൂടെ ഫങ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ വണ്ടിയുടെ ഫങ്ഷൻസും നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് ഓണാക്കി കാണിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ബാറ്ററി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. MCB ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് താൽക്കാലം ഒരു MCB കൊടുത്തിട്ടുണ്ട്. അപ്പം MCB നമ്മൾ ഓണാക്കി, ഇഗ്നിഷൻ ലീഡ് ഓണാക്കി. ഡിസ്പ്ലേയിൽ ഇപ്പോൾ റെഡി എന്നുള്ള ഓപ്ഷനാണ്. കാരണം മറ്റേ ബ്രേക്ക് പിടിച്ചിട്ട് ലിവർ വിടുന്ന രീതിയിലുള്ള പ്രോഗ്രാം ഈ കൺട്രോളറിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫങ്ഷൻസ് ഇല്ല. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. 1 2 3 സ്പീഡ് മോഡായാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. അതിനൊക്കെ തന്നെ റിവേഴ്സ് ഞെക്കുമ്പോഴത്തേക്കും റിവേഴ്സ് ബട്ടണിൽ ഓൺ ആവുന്നുണ്ട്. 1 2 3 സ്പീഡ് മോഡ് കാണിച്ചു തരാം. വണ്ടി ഇപ്പം ലോ സ്പീഡിൽ റണ്ണിങ് ആയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ മോട്ടോർ കട്ട് ഓഫ് ആകും. അതിൻ്റെ ലൈനൊക്കെ കറക്റ്റിന് വന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് ആക്സിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ മോട്ടോർ റിവേഴ്സ് റണ്ണിങ് ആവും. ഇപ്പോൾ മോട്ടോർ റിവേഴ്സ് ഡയറക്ഷനിൽ റണ്ണിങ് ആണ്. അപ്പോൾ ബാക്കി ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹസാർഡ് ലൈറ്റൊക്കെ ഫങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും.
ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ അതെല്ലാം ഫങ്ഷൻസ് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ ഒരു വണ്ടിയിൽ കൺട്രോളർ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്ന് കറക്റ്റാണെന്ന് പറഞ്ഞ് ഡയറക്റ്റ് എടുത്ത് പ്ലഗ് ചെയ്യരുത്. ഇങ്ങനെ നമ്മളെ നിന്ന് കൺട്രോളർ വാങ്ങിച്ചുകൊണ്ട് പല ടെക്നീഷ്യന്മാർ അങ്ങനെ ചെയ്ത് കൺട്രോളർ ഡാമേജ് ആക്കി തിരിച്ചു കൊണ്ടുവന്ന് വാറണ്ടി തരണമെന്ന് പറഞ്ഞ് വന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതേപോലെ ടെക്നിക്കലായിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം എല്ലാവരിലോട്ടും എത്തിക്കുക. ചുമ്മാ വെറുതെ കൺട്രോളർ വാങ്ങിച്ച് കണക്ട് ചെയ്തിട്ട് കൺട്രോളിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. കാരണം കൺട്രോളിൻ്റെ അകത്ത് ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ വാറണ്ടി കിട്ടത്തില്ല. കാരണം ഇതിലേതെങ്കിലും ഒരു ലൈൻ ഡയറക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കൺട്രോളർ ഷോർട്ടായി പോകും. കാരണം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 48 വോൾട്ടിൻ്റെ ബാറ്ററി 60 വോൾട്ടിൻ്റെ ബാറ്ററിയൊക്കെയാണ്. ഉറപ്പായിട്ടും സർക്യൂട്ട് ബോർഡിനകത്ത് എന്തെങ്കിലുമൊക്കെ കമ്പോണൻറ്റ് അടിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും പിന്നെ കറക്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് അതിൽ പ്ലഗ് ചെയ്യരുത്. അഥവാ കൺട്രോളർ വാങ്ങിക്കുകയാണെങ്കിൽ വയറിംഗ് ഡയഗ്രം ഉള്ള കൺട്രോളർ വാങ്ങിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന വണ്ടിക്കകത്ത് വയറിംഗ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് കണക്ട് ചെയ്ത് നോക്കുക. പിന്നോട്ടെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം കണക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. അപ്പം ഇതേപോലെ ടെക്നിക്കലായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.